കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അവരുടെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഫോണ് നോക്കുവാണ്. ഫോൺ നോക്കിയിട്ട് ഇന്നലെ കിഷോറിന്റെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റിയ വീഡിയോസ് അതെവിടെയാ വീഡിയോ ക്ലിപ്സ് കിടക്കണേ നോക്കുവാണ്. പക്ഷെ അത് നോക്കിയിട്ട് അവിടെ ഫോണിനകത്തും കാണുന്നില്ല. ഇതെവിടെ പോയി? ഫോൺ അടിച്ചു വെറുക്കുവാണ്. ഇന്നലെ ഇതിനകത്ത് ഉണ്ടായിരുന്നാണല്ലോ. ഈ സമയത്ത് കിഷോർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താ മോളു, എന്ത് പറ്റി മോഹം വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഓ, ആട് കിടന്നിടത്ത് ഇപ്പൊ രോമം പോലും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം അവർണിക്ക് മനസ്സിലായി, ഇവൻ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. നീ എന്താ വിചാരിച്ചേ? ഞാൻ ഉറങ്ങണ സമയത്ത് എന്റെ കൈവിരല് പതിപ്പിച്ച് എന്റെ ഫോണിൽ ലോക്ക് മാറ്റി അതിൻ്റെ അകത്ത് വീഡിയോസ് ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എന്റെ ബോധം കെട്ട് ഉറങ്ങുവാണോ? അതൊക്കെ വെറുതെ നിന്റെ തെറ്റിദ്ധാരണകൾ മാത്രമല്ലേ. വീട്ടിൽ ശത്രു ഉള്ളപ്പോ എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് ഉറങ്ങാൻ പറ്റുമോ മോളൂ? ഇത് കേട്ടാ പറഞ്ഞു. ഓഹോ, അപ്പൊ നീ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തല്ലേ? ആ, പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഞാൻ ഡിലീറ്റ് ചെയ്യില്ലെന്നോ? അതെ, പണം കായ്ക്കുന്ന മരം ആ വീഡിയോസ്. ആ വീഡിയോസ് നഷ്ടപ്പെടാനായിട്ട് ഞാൻ അനുവദിക്കില്ല. നീ എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ ആ വീഡിയോസ് വെച്ച് നമുക്ക് കോടികൾ ഉണ്ടാക്കാം. നഷ്ടപ്പെട്ടു പോയ നിന്റെ അച്ഛന്റെ കമ്പനി നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. ഇത് കേട്ടപ്പോ അവരുടെ പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന്. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇമാതിരി ചതിക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയാം. എന്നാ വേണ്ട, നിനക്കിനി ആ വീഡിയോസ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാന്ന്? ഈ കിഷോറിനെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇനി മനസ്സിലാകാൻ പോകുന്നുള്ളൂ. എന്റെ ഒപ്പം നിൽക്കുവാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ല. അല്ലാതെ അവളോടൊപ്പം നിന്ന് എന്നെ ചതിക്കാനാ നിന്റെ ഭാവമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അവർണിയെ എന്നും പറഞ്ഞിട്ട് കിഷോർ അങ്ങോട്ട് പോവാണ്. ഈ സമയം അവൻ പോയ സമയത്ത് അവർണിയെ മനസ്സിൽ പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന്. നീ ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നിന്നേക്കാളും വലിയ പഠിച്ച കള്ളിയാണ് ഞാന്. നീ ഇതിലേക്കാളും വലിയ ഊടായ്പ കാണിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ. ആ വീഡിയോസ് ഒക്കെ നഷ്ടപ്പെട്ടെന്നോർത്ത് നീ സമാധാനിച്ചിരിക്കെ. പക്ഷെ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലടാ. അതൊക്കെ എന്റെ സേഫ് ആയിട്ട് എന്റെ കൈകളിലുണ്ടെന്ന് പറയാ. പിന്നീട് അവർണിയെ മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഡ്രോ തുറന്നിട്ട് അതിനകത്തൊരു ചെറിയ ബാഗ് എടുത്തു. ആ ബാഗിനകത്തൊരു പെൻഡ്രൈവ് എടുത്തു. ആ പെൻഡ്രൈവിലേക്ക് അവർണിയെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ. അങ്ങനെ അതെടുത്ത് പിടിച്ചു. എന്നോട് അതിന്റെ കളി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന വിലാസിനി സെറ്റിയിലൊക്കെ ചാരിക്കിടന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഫോണിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് പ്രിയമോൾ അങ്ങോട്ട് വന്നു. പ്രിയമോൾ 2 ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വിലാസിന് പറഞ്ഞു, അതെ ഈ സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ കൊള്ളില്ല. അതെന്താ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് നല്ലതല്ലേ? പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കഴിച്ചാലും പിന്നെ നല്ലതാണ് പോലും. അതെ, കുഞ്ഞുങ്ങൾ ഉണങ്ങിപ്പോന്ന് പറയാം. ഉണങ്ങിപ്പോവും, അതെ ഉണങ്ങിപ്പോ അമ്മയെന്ന് വെറുതെ കള്ളത്തരം പറയാന്ന് പറയണം. ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തുകൊണ്ടുള്ള ദേഷ്യം കൊണ്ട് അമ്മ പറഞ്ഞല്ലേന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും. അതെ, എനിക്ക് എന്റെ ഗോവിന്ദനോട് പറഞ്ഞു ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചു തരും. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമോൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. വിലാസിനെ ആസ്വദിച്ച് കിടന്ന് വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. ഈ സമയം ഭദ്രൻ അങ്ങോട്ട് വരുന്നേ. ഭദ്രൻ വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ തുടങ്ങിയപ്പോഴും പെട്ടെന്ന് സാരിയുടെ തുമ്പ് വെച്ച് വിലാസിനെ അത് മൊത്തം കൂടെ മറച്ചു വെക്കണം. അതെ, ഇതിനകത്തുനിന്ന് ഒറ്റയോളം തൊട്ട് പോയേക്കളെന്നറിയാം. എന്താ വിലാസിന് ടച്ചിങ്സിന് നിങ്ങൾക്ക് വേണമെങ്കിലേ നിങ്ങൾ വല്ല അച്ചാറും കൂട്ടിയാൽ മതി. പിന്നെ ഇതൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് എന്തിനാണെന്നറിയാവോ? എനിക്ക് കഴിക്കാനായിട്ടാ. പിന്നെ നിങ്ങൾ ഇത് കഴിച്ച് അങ്ങോട്ട് അധികം പുഷ്ടിപ്പെടണ്ട. നിങ്ങൾക്ക് ചെറിയ പെണ്ണിനെ കൊണ്ടുവരല്ലേ, നിങ്ങൾ പോയി കൊണ്ടുപോവാ. പിന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ എനിക്കൊരു പ്രാന്തല്ലേ? ഇതേ എനിക്ക് വേണ്ട, എനിക്ക് ഇച്ചിരി ആരോഗ്യം കൂടെ വേണം. ഞാൻ ഇച്ചിരോടെ ഒന്ന് സെറ്റ് ആവാനുണ്ടെന്ന് പറയാം. ഈ സമയം ഭദ്രൻ മനസ്സ് പറഞ്ഞു, പിന്നെ ഇച്ചിരോടെ സെറ്റ് ആവാത്തതിനും കൂടെ കുഴപ്പമുള്ളൂ നിനക്ക്. എന്നാലും എന്റെ വിലാസിനി ഒരെന്നാലും ഇല്ല. മര്യാദയ്ക്ക് പറഞ്ഞനുസരിച്ച് പോകാൻ നോക്കുക. ഇനി ഇവിടെ ഒന്ന് കറങ്ങണ്ടെന്ന് പറയണം. ഭദ്രൻ തലയുറിഞ്ഞിടം കൊണ്ട് പോവാണ്. ഈ സമയം വിലാസിന് ഫോണിലേക്ക് ഒരു കോള് വരുന്നേ. വിലാസിന് ഫോണിൽ ഹലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് ഹോസ്പിറ്റലിൽ നിന്ന് പറയുക, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് വന്ന് വാങ്ങണമെന്ന് പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. റിസൾട്ട് ആ തലവേദന മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ തലവേദനയും കുറഞ്ഞു. ഇനിയിപ്പോൾ എന്നാ റിസൾട്ട്, എന്തിനു മേടിക്കണം? പിന്നെ ഞാനെങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞ് വിലാസിന് വീണ്ടും ഇരുന്ന് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് അപർണിക വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗീതുവിന് വേണ്ടിയിട്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. ഇച്ചിരി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഗീതു അജാസും കൂടെ വരുവാണ്. അജാസിനെ കണ്ട അപർണികയുടെ മുഖം ഒന്ന് മാറി. അവന് വല്ലാതായി. ഇത് ഗീതു ശ്രദ്ധിച്ചു. ഗീതു പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ അപർണിക, ഇത് അജാസിക്കാർ നമ്മുടെ ഒപ്പം തന്നെയുള്ള നമ്മുടെ കൂടെയാ. അതുകൊണ്ട് വിഷമിക്കണ്ട. ഇനിയിപ്പോൾ അജാസിക്ക ഉള്ളതുകൊണ്ട് വീഡിയോസ് ഒന്നും തരാതിരിക്കേണ്ടെന്ന് പറയണം. പെട്ടെന്ന് അപർണിക പറഞ്ഞു, വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന് പറയാം. കിഷോർ എല്ലാം ഡിലീറ്റ് ആക്കിയെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഗീതുവിന് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഗീതു അജാസ് പ്രതീക്ഷിച്ച കാര്യമല്ലത്. ഈ സമയം അപർണിക പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. അവനെ ഡിലീറ്റ് ചെയ്താലും ഞാനത് എന്റെ ഫോണിൽ നിന്ന് ഞാൻ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അത്രയ്ക്കൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല.
എനിക്കറിയാമായിരുന്നു അവൻ ഇതല്ല ഇതിനേക്കാളും വലിയ തന്ത്രങ്ങൾ കാണിക്കുന്നു. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഗീതുവിൻ്റെ സമാധാനം ഇത്. അതെ, ഞാനിത് ലാപ്പിലേക്ക് കുത്താന്നും പറഞ്ഞുകൊണ്ട് ആ പെൻഡ്രൈവ് ലാപ്ടോപ്പിലേക്ക് കുത്തുവാണ്. അങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ തന്നെ രാധികാമ്മയുടെ ഒരു വീഡിയോ ക്ലിപ്സ് വന്നു. അവളെ ലോറിക്കടിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പക്ഷെ ഇനി അവളെ അങ്ങനെ രക്ഷപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതുണ്ടായിരുന്നേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗീത് പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ഇത് മതി, എനിക്ക് രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ ഗോസാനെന്ന് പൊളിച്ചെടുക്കാനായിട്ട്. അല്ല, അജാസിക്ക് എന്ത് പറയുന്നു? ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പം അജാസിക്കയുടെ പഴയ ബോസ് അല്ലായിരുന്നോ? അജാസിക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ കൂടുതൽ തെളിവ് എനിക്ക് തരാൻ പറ്റിയേക്കും അല്ലേന്ന് ചോദിക്കുവാണ്. അജാസ് എൻ്റെ കയ്യിൽ തെളിവോ? എൻ്റെ കയ്യിൽ തെളിവൊന്നും ഇല്ലാന്നാണ്. അങ്ങനെ പറയരുത്, ഇത്രയും കാലം കൂടെ നടന്നിട്ട് തെളിവുകളൊന്നും ഇല്ലാതിരിക്കുമോ രാധികാമ്മേനെ കുറിച്ചുള്ള എന്തേലും ഒരു ഇത്? ഈ സമയം അവർണി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല അല്ലേ ഇക്കാന്ന് ചോദിക്കുകയാണ്. അജാസിക്ക പറഞ്ഞു, ശരിയാ, അങ്ങനെ കൂടെ നടന്നു നടത്തോണ്ട അവരെ കുറിച്ചുള്ള തെളിവുകളൊന്നും എൻ്റെ ഇല്ലാന്ന് പറയണം. ഗീതു പറഞ്ഞു, എന്നാ വേണ്ട, മാപ്പ് സാക്ഷിയാൻ പറ്റില്ലെന്ന് ചോദിക്കുക. ഈ സമയം അജാസിക്ക പറഞ്ഞു, ഗീതു എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഈ ഒരു വീഡിയോ ക്ലിപ്സ് കാണിച്ചിട്ട് രാധികാമ്മനെ ഗോവിന്ദ് സാറിനെ തമ്മിൽ അകറ്റാന്നാണോ വിചാരിച്ചത്? അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. പെട്ടെന്ന് ഗീതുവിന്റെ മുഖം അങ്ങോട്ട് മാറി. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഈ വീഡിയോ ക്ലിപ്സ് കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഗോവിന്ദ് സാറ് രാധികാ മാഡത്തിനെ ഒന്ന് ചോദ്യം ചെയ്തേക്കും. പിന്നെ അതിന്റെ പേര് ചെറിയൊരു സംശയം ഉണ്ടായേക്കും. പക്ഷെ അവര് തമ്മിൽ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഗീതുവിന് അറിയത്തില്ലാത്ത വലിയ കാര്യം, അവര് തമ്മിൽ അത്ര വലിയ ബോണ്ടിങ്ങാ. ഇത്രയും വർഷം 10-25 വർഷമായില്ലേ രാധികാമ്മ ഗോവിന്ദ് സാറിനോട് കൂടെ കൂടിയിട്ട്. അപ്പൊ ശരിക്കും സ്വന്തം അമ്മേനെ പോലെ തന്നെയാണ് അവർ കരുതുന്നത്. അപ്പൊ അവരിങ്ങനെ ഒരു ചതി ചെയ്യുന്നത് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ചിലപ്പം രാധികാമ്മയോട് പറഞ്ഞു കഴിയുമ്പോൾ രാധികാമ്മ എടുക്കുന്ന അടവ് എന്താണെന്നറിയാമോ? ഗോവിന്ദ് സാർ പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് കരഞ്ഞൊന്ന് മൂക്ക് പിടിയും. എന്നിട്ട് പറയും, കണ്ടില്ലേ, ഇപ്പൊ ഞാനിത് പറയാൻ കാരണം ഗീതു എന്നെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മോനെ ഗോവിന്ദേ. എന്നെ അവള് ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്കിങ്ങനെ പറയേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികാമ്മ തലയുരുള്ളൂ. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നു. ഗീതിന് അത്രയ്ക്ക് പോലും ബോധമില്ലാതെ പോയല്ലോ എന്ന് പറയണം. ഗീതുവിന് ശരിയാ, പറഞ്ഞ കാര്യം ശരി തന്നെയാ. പക്ഷേങ്കിൽ ഇനി എപ്പോൾ എന്ത് ചെയ്യും? അപർണ പറഞ്ഞു, അപ്പൊ ഇത് വീഡിയോ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നാണോ? ഗീത പറഞ്ഞു, വീഡിയോ കൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതിന് ബാക്കി ക്ലിപ്സോടെ കിട്ടണം. വരുണും സുവർണ അവർ സംസാരിച്ചിരിക്കുന്നത് എന്നെ ഇല്ലാതാക്കുന്നു, ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കിയിട്ട് കമ്പനി സ്വന്തമാക്കുന്നൊക്കെ. ആ വീഡിയോസും കൂടെ കിട്ടിയാൽ എന്തെങ്കിലും പ്രയോജനം ഉള്ളെന്ന് പറയണം. ഈ സമയം അജാസിക്ക പറഞ്ഞു, രാധികാമ്മയ്ക്ക് ശത്രുതയുണ്ട് ഗീതുവിനോട്. ഗീതുവിനെ കൊല്ലാനും മടിക്കില്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു കാരണവശാലും ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കില്ലെന്ന് പറയണം. അതെങ്ങനെ അജാസിക്കൊക്കെ അറിയും? ഞാൻ കുറെ കാലമായിട്ട് രാധികാമ്മയുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ. അവർക്ക് സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണമെന്നുള്ളൂ. അല്ലാതെ ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കാണ്ട് അത് അവരൊരിക്കലും കൂട്ടു നിൽക്കില്ല. അത് മാത്രമല്ല, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം അത് വരുണിന് മാത്രമാണ്. വരുണാണ് ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണേന്ന് പറയാം. അവനെ പറഞ്ഞു, പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അവന്റെ ലാപ്ടോപ്പിൽ ആ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ എന്താണെങ്കിലും അത് അടിച്ചു മാറ്റി ഞാൻ കൊണ്ട് തന്നിരിക്കും, അതോർത്ത് ഭയക്കണ്ടെന്ന് പറയണം. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണേ. അല്ല, ഒരു കോഫിയെങ്കിലും കുടിച്ചിട്ട്. വേണ്ട, അവനേക്ക് കോഫി എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാം. ഞാനൊരു കാപ്പിച്ചീനോ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കുടിച്ചിട്ട് പോകാന്ന് പറയണേ. വേണ്ട. ഈ സമയത്ത് പ്രഗ്നന്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഇഷ്ടങ്ങളൊക്കെ കാണുമല്ലോ അല്ലേന്ന് ചോദിക്കണം. പെട്ടെന്ന് അപർണയുടെ മുഖം അങ്ങോട്ട് മാറി. അപർണയെ പറഞ്ഞു, എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ തന്നെ വരണ്ടേ നിറവേറ്റാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ ഭർത്താവ് കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരണ്ടേ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത്രയെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് നിർത്തി. അപർണയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിനും അജാസിനും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അവർക്ക് മനസ്സിലായി അപർണയെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അപർണയെ അവിടെ ഇരുത്തിയിട്ട് ഗീതുവും അജാസിക്കോടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗീതു പറഞ്ഞു, എന്നാലും രാധികാമ്മനെ തകർക്കാനെന്നുള്ള എൻ്റെ മോഹങ്ങളൊക്കെ അങ്ങനെ തകർന്നു പോയല്ലോ എന്ന് പറയണം. അജാസിക്ക പറഞ്ഞു, അങ്ങനെ തകർന്നു പോയെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ ഇത് കാണിച്ചു കഴിയുമ്പം ഗോവിന്ദ് ഉള്ളിൽ ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവും രാധികാമ്മനെ കുറിച്ച്. പക്ഷെ അത് പോരാ, നമുക്ക് നന്നായിട്ട് അവർ തകർക്കുമല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഗീതു പറഞ്ഞു, അതിനൊരു വഴി എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണം. വഴിയോ? എന്ത് വഴി? അല്ല, അതിനുള്ള വഴിയാണ് വിജയലക്ഷ്മി അമ്മ എന്ന് പറയുന്നത്. വിജയലക്ഷ്മി അമ്മ, അതെ, സ്വന്തം അമ്മയെ എത്രമാത്രം ഗോവിന്ദേട്ടൻ വിശ്വസിക്കുമെന്ന് ഗീതുവിന് അറിയാലോ. അങ്ങനെയല്ല ജാസിക്ക, ഒരു പക്ഷേങ്കിൽ അവർ തമ്മിൽ അടുക്കുവാണെങ്കിൽ രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാൻ പറ്റിയേക്കുമെന്ന് പറയണം. ഈ സമയം അജാസിക്ക വെച്ചാൽ അതെങ്ങനെ? കാരണം അവർ തമ്മിൽ അടുക്കുവാണെങ്കിൽ രാധികാമ്മയോടുള്ള ഇഷ്ടം കുറച്ച് കുറഞ്ഞൊക്കെ വരും. രാധികാമ്മയ്ക്ക് ടെൻഷനാവും. പിന്നെ അമ്മയായിട്ട് അടുക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഇത്ര നാളും തെറ്റിദ്ധാരണയുണ്ടോ അത് മാറുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. എങ്കിൽ മാത്രം രാധികാമ്മനെ തകർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും രാധികാമ്മനെ തകർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം.
അജാസിക്ക പറഞ്ഞു ശരിയാ എന്ന് പറയണ. ആ സമയത്ത് അപർണിക കോഫി കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അല്ല രണ്ടുപേരും പോയില്ലേ എന്ന് ചോദിക്കുവാണ്. ഇല്ല പോയില്ല എന്ന് പറയണ. അല്ല അപർണിക വണ്ടി കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല കാർ എടുത്തില്ല എന്ന് പറഞ്ഞ. അന്നൊരു കാര്യം ചെയ്യാം, അജാസിക്ക ഒന്ന് കൊണ്ടേ വിട്ട് വരാൻ പറയണം. അല്ല അപ്പൊ ഗീതു കുഴപ്പമില്ല ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, അജാസിക്ക വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും എന്ന് പറയാം. ഗീതന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ടിരിക്കുന്നു പറയണ. അങ്ങനെ ഗീതു അവിടെ നിൽക്കുവാണ്. പിന്നീട് ഗോവിന്ദന്റെ ഫോണിലേക്ക് ഗീതു വിളിക്കുന്നുണ്ട്. അപ്പൊ ഗീതു വിളിച്ചപ്പം ഗോവിന്ദ് ചോദിച്ചു, അല്ല നീ ഇത് എവിടെ പോയേക്കായിരുന്നു? ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്? അയ്യോ അത് കണ്ണേട്ടാ എനിക്ക് ഇച്ചിരി പർച്ചേസ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതായിരുന്നു. ആണോ? അന്നേ എന്നെയും കൂടെ വിളിക്കാൻ മേലായിരുന്നോ? ഞാനും കൂടെ വരില്ലായിരുന്നു. ആഹാ അത് കൊള്ളാലോ, നമ്മുടെ കൂടെയൊക്കെ പർച്ചേസിന് വരുമെന്ന് ചോദിക്കാം. അതെന്താ വന്നാല് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴാണ് അങ്ങനെ ഒരുമിച്ച് പർച്ചേസിനൊക്കെ പോവില്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗീതയിലൊരു സന്തോഷമുണ്ട്. ആണോ? അങ്ങനെയാണോ? എന്നാ കുഴപ്പമില്ല, എന്റെ അടുത്തേക്ക് കണ്ണേട്ടൻ വരാൻ പറയണേ. അല്ല എവിടെയാ നിൽക്കുന്നത്? സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. ശരി ശരി അവിടെ വന്നു, ഞാൻ അങ്ങോട്ട് വരാന്ന് പറയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പത്തേനും ഓർക്കുവാണ്, ഗോവിന്ദ് ഓർക്കുവാണ്, ഇവൾക്ക് ഇപ്പൊ തന്നോട് ഭയങ്കര സ്നേഹം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. മുമ്പത്തെ പോലെയൊന്നുമല്ല, തന്നോട് സംസാരിക്കുമ്പോൾ അവളുടെ ഉള്ളിലൊരു പ്രണയം ഒളിച്ചിരിക്കുന്നുണ്ടോന്ന് എന്തോ കാര്യമായിട്ടുണ്ട്. ഈ സമയം ഗീതു ദൈവമേ തന്റെ പ്രണയം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു ഓർത്തിട്ട് ഗീതവും കൂടെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരും കേട്ടോ, മറക്കാതെ എല്ലാവരും കാണാം. എന്തൊക്കെ സംഭവിക്കുന്ന അറിയണ്ടേ ഇനിയാണ് നമ്മൾ ഇനി വമ്പൻ ടിസ്റ്റുകളൊക്കെ കാണാൻ പോകുന്നത്. അതൊക്കെ വരുന്നുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.